എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള രണ്ടാമത്തെ അധ്യായമാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങൾ. ഈ ഇക്വേഷൻ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട ചില ഗണിത പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ദ വെലോസിറ്റി ഓഫ് എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഈസ് 20 meter per second in the 4th second and 40 meter per second in the 8th second. What is the distance traveled by the body between 4th and 8th second? നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമാണ് എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരുമ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കണം അല്ലേ? അത് ആദ്യം തന്നെ അവിടെ എഴുതി വെക്കുക. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? 4ാമത്തെ സെക്കൻഡിലെ പ്രവേഗം അല്ലെ, വെലോസിറ്റി അറ്റ് ദ 4th സെക്കൻഡ്, അത് എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കത് എന്തായിട്ട് പരിഗണിക്കാം? ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് പരിഗണിക്കാം. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം സമം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് യു സമം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 8ാമത്തെ സെക്കൻഡിലെ പ്രവേഗം തന്നിട്ടുണ്ട്. അതായത് വെലോസിറ്റി അറ്റ് ദ 8th സെക്കൻഡ് എത്രയാണത്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആയിട്ട് പരിഗണിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ v is equal to 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കാം. അപ്പൊ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? സഞ്ചരിച്ച ദൂരമാണ്. അതായത് 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം അല്ലെ, വസ്തു സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? S is equal to ut plus half at square. അപ്പൊ ഇവിടെ u ഉണ്ട്, t ഉണ്ട്, a ഇല്ല അല്ലെ, അതായത് ആക്സിലറേഷൻ ഇല്ല. ശരിയല്ലേ? ഇവിടെ t നമുക്ക് തന്നിട്ടുണ്ട്. t എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര സെക്കൻഡ് ആയിരിക്കും? 4നും 8നും ഇടയ്ക്ക് എത്ര സമയം ഉണ്ടാവും? 4 സെക്കൻഡ്. ശരിയാണ്. അപ്പൊ ടി എന്നുള്ളത് 4 സെക്കൻഡ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എന്ത് കാണണം? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ കാണണം. അപ്പൊ ത്വരണം എന്താണ്? a is equal to v minus u by t അല്ലെ. v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി ആണ് അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ്. u എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗമാണ് അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. t എന്ന് പറഞ്ഞാൽ ടൈം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡാറ്റ ഒക്കെ നമുക്കറിയാം അല്ലെ. 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ 4. ടി എങ്ങനെയാണ് 4 കിട്ടിയത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാ കിട്ടിയത്? ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡിനിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി, അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 8 മൈനസ് 4 എത്രയാ? 4 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടും 20/4, അത് എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതവിടെ പ്രത്യേകം അവിടെ എഴുതണം അല്ലേ. അപ്പൊ ഇവിടെ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് S is equal to ut plus half at square ആണ്. അപ്പൊ u തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്, അതുപോലെ a ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. u എത്രയാ? 20 ആണ്. 20 into 4 പ്ലസ് ഹാഫ് ഇൻറ്റു 5 into 4 സ്ക്വയർ. കാരണം നമുക്കറിയാം t എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 20 into 4 എത്രയാ? 80 ആണ് അല്ലെ. പ്ലസ് ഹാഫ് ഇൻറ്റു 5 into 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 16. 16 into 5 എത്രയാ? 80 ആണ്. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 40 കിട്ടും. അപ്പോ 80 പ്ലസ് 40 എത്രയത് കിട്ടുക? 120 മീറ്റർ. അതായത് വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാ? 120 മീറ്റർ ആണ്. അല്ലെങ്കിൽ the distance traveled by the body is equal to 120 meter അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മുഴുവൻ മാർക്കും അവിടെ കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കിയാലോ. എ കാർ came to rest when brake was applied for 4 seconds to get a retardation of 3 meter per second square. Calculate how far the car would have traveled after applying the brake. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി.
എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എന്ന് കണ്ടെത്തുക. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറാണ്. ആ കാറിന് ആ ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വേഗത അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അത് റെസ്റ്റിലേക്ക് എത്തും. അപ്പൊ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ത്വരണമായിരിക്കും, നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് ആക്സിലറേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ബ്രേക്ക് ചെയ്ത സമയത്ത് 4 സെക്കൻഡ് കൊണ്ട് അതെന്തിലെത്തി? റെസ്റ്റിലേക്ക് എത്തി. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് കൊണ്ട് എവിടെ എത്തി? നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ റെസ്റ്റിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ, അതായത് 4 സെക്കൻഡ് സമയം കൊണ്ട് കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? 4 സെക്കൻഡ് സമയം കൊണ്ട് കാർ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കാണേണ്ടത്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നമുക്കിവിടെ എഴുതി വെക്കാം. എന്തൊക്കെയാണ്? ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഇവിടെ തന്നിട്ടുള്ള ഒരു കാര്യം മന്ദീകരണമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ A is equal to -3 m/s² എന്ന് കൊടുക്കാം. കാരണം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറഞ്ഞാൽ അറിയാലോ, നെഗറ്റീവ് ത്വരണമാണ് അല്ലെ? അപ്പൊ A is equal to -3 m/s². ഇനി T തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, 4 സെക്കൻഡ് ആണ്. ഇനി വേറെ കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? കാർ റെസ്റ്റിലേക്ക് എത്തി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എത്രയാ? 0 m/s ആണ്. അത് നമുക്ക് എഴുതാം. അപ്പൊ നമുക്കിവിടെ കാണേണ്ടത് എന്ത് തന്നെയാണ്? കാറിനുണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം? S is equal to ut plus half at² ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? V അറിയാം, T അറിയാം, A അറിയാം, പക്ഷെ U അറിയില്ല. അപ്പോ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ എന്ത് നിർബന്ധമാണ്? U നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്തണം? U കണ്ടെത്തണം. എന്താണ് U എന്ന് പറഞ്ഞാൽ? ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗമാണ് U എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഒന്നാം ചലന സമവാക്യം. എന്താണത്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ? V is equal to u plus at അല്ലെ? അതിൽ നിന്ന് നമുക്ക് U കണ്ടെത്തിക്കൂടെ? അപ്പൊ എന്ത് വരും? U is equal to എന്ത് വരും? U is equal to എന്ത് വരും? V minus at. V minus at എന്ന് വരും. ശരിയാണല്ലോ? V minus at എന്നുള്ളതാണ് യുവിന്റെ ഇക്വേഷൻ. അപ്പൊ U is equal to V minus at. അപ്പൊ ഇവിടെ V എത്രയാ? 0 ആണ് അല്ലെ? 0 ആണ്. 0 മൈനസ്, ഇനി A എത്രയാ? A എത്രയാ? -3 ആണ് അല്ലെ? A എന്ന് പറഞ്ഞാൽ -3 ആണ്. ഇനി T എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. അപ്പൊ എങ്ങനെ കിട്ടും? 0 മൈനസ് -3 × 4. അപ്പൊ മൈനസ് അവിടെ എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി അല്ലെ? നെഗറ്റീവിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ 3 × 4 U is equal to 3 × 4 വരും. അപ്പൊ എത്ര U കിട്ടുക? 12 m/s എന്ന് കിട്ടും. എത്ര കിട്ടുക? 12 m/s എന്ന് കിട്ടും. അപ്പൊ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടി 12 m/s ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? കാറിനുണ്ടായ സ്ഥാനാന്തരം, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ. എന്താണ് ഇക്വേഷൻ? S is equal to ut plus half at². അപ്പൊ എന്താ? U നമുക്കറിയാം 12 m/s ആണ്. T എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് ആണ്. A എന്ന് പറഞ്ഞാൽ -3 ആണ്. T എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 12 × 4 പ്ലസ് ഹാഫ് ഇൻറ്റു -3 × 16 അല്ലെ? 12 × 4 എത്രയാ? 48 ആണ് അല്ലെ? ഇനി 16 × -3 എത്രയാ? 48 ആണ്. അതിന്റെ പകുതി എത്രയാ? ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ -24 അല്ലെ? അപ്പൊ 48 - 24 എന്ന് കിട്ടും. 48 - 24 എന്ന് കിട്ടും. എത്രയാണത്? 24 മീറ്റർ ആണ് അല്ലെ? അപ്പൊ കാറിനുണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ എന്ന് പറയുന്നത് എത്രയാ? 24 മീറ്റർ ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. If the velocity of a car moving with a uniform acceleration changes from 20 m/s to 40 m/s in 5 seconds, what is the acceleration of the car? What is the displacement by the car during this time interval? സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 m/s നിന്ന് 40 m/s എത്തുന്നുവെങ്കിൽ കാറിന്റെ ത്വരണം എന്തായിരിക്കും? ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയായിരിക്കും? അപ്പം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സമത്വരണത്തോടെയാണ് സഞ്ചരിക്കുന്നത് തന്നിട്ടുണ്ട്. അതായത് യൂണിഫോം ആക്സലറേഷനിലാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്.
ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റി എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം u is equal to 20 മീറ്റർ പെർ സെക്കൻഡ്, v is equal to 40 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ t എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. അപ്പൊ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എങ്ങനെ കണ്ടെത്താം? a is equal to v minus u divided by t അല്ലെ. അപ്പൊ 40 മൈനസ് 20/5 എത്ര കിട്ടും? 20/5 എത്ര? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ യൂണിറ്റ് വളരെ കറക്റ്റ് ആയിട്ട് എഴുതുക, അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് കാറിനുണ്ടായ സ്ഥാനാന്തരം നമുക്ക് കണ്ടെത്താം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടെത്താം. s is equal to ut plus half at square. u എത്രയാ? 20 ആണ്, t 5 ആണ്, a എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 20 × 5 പ്ലസ് ഹാഫ് ഇൻറ്റു 4 × 5 സ്ക്വയർ. എത്രയത്? 20 × 5 എത്രയാ? 100 ആണ്. 5 സ്ക്വയർ 25 ആണ്. 25 × 4 100 ആണ്. 100/2 എത്രയാ? 50 ആണ്. അപ്പോൾ 100 + 50 എത്ര കിട്ടും? 150 മീറ്റർ കിട്ടും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ കാർ ഇസ് ഈക്വൽ ടു 150 മീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാത്തിനും എന്ത് കൊടുക്കണം? യൂണിറ്റ് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം ബ്രസ്റ്റ് becomes 72 km/h in 10 minutes, what is its acceleration? Calculate the distance traveled by the train within this time interval. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയി എങ്കിൽ ട്രെയിനിന്റെ ത്വരണം കണ്ടുപിടിക്കുക. ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രെയിനിന്റെ പ്രവേഗം അല്ലെങ്കിൽ ട്രെയിനിന്റെ വെലോസിറ്റി എന്ത് ചെയ്തു? 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയി മാറി. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിലല്ല? SI യൂണിറ്റിലല്ല, km/h ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയുടെ അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ 72 km/h എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ 72 km/h നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത്. അപ്പൊ നമുക്കറിയാം കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുക, അതുപോലെ ഹവറിനെ സെക്കൻഡിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിലേക്ക് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. അതായത് ട്രെയിൻ ആക്ച്വലി ഈസ് എ റെസ്റ്റ് ഇൻ ദ ഇനീഷ്യൽ സെക്കൻഡ് അല്ലേ. തുടക്കത്തിൽ എന്തായിരുന്നു? ഈ ട്രെയിന് റെസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം u is equal to 0 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് v അന്ത്യപ്രവേഗം അല്ലെ. അതായത് ഫൈനൽ വെലോസിറ്റി 72 km/h ആയി മാറി അല്ലെ. അപ്പൊ അതിനെയാണ് നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടത്? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ എങ്ങനെ മാറ്റാം? 72 ഇൻറ്റു ഈ കിലോമീറ്ററിന് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? യെസ്, 1000 മീറ്റർ അല്ലെ. അപ്പൊ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 72 ഇൻറ്റു 1000. ഇനി ഡിവൈഡഡ് ബൈ ഹവർ. 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3600 സെക്കൻഡ് ആണ് അല്ലെ. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് ആണ്. അങ്ങനെ വരുമ്പോൾ 60 ഇൻറ്റു 60 അതായത് 3600 സെക്കൻഡ് ആണ് ഒരു ഹവർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ 72 ഇൻറ്റു 1000 അല്ലെ. അതായത് 1000 കിട്ടാൻ കാരണം എന്താ? 72 km/h ആയിരുന്നു. കിലോമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും? 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ ആണ് അല്ലെ. ഇനി 1 അവർ ഇസ് ഈക്വൽ ടു എത്രയാ? 3600 സെക്കൻഡ് ആണ്. അപ്പൊ 72 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 3600 എത്ര കിട്ടത്? 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അതുപോലെ ടൈം മിനിറ്റിലാണ് തന്നിട്ടുള്ളത്, 10 മിനിറ്റ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ അതിനെ എന്താ ചെയ്യുക? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ t is equal to 10 മിനിറ്റ് ആണ്. അതിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 10 ഇൻറ്റു 60 എത്രയത്? 600 സെക്കൻഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ത്വരണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്തുക? a is equal to v minus u by t അല്ലെ. അപ്പൊ v എത്രയാ? 20 ആണ്. u എത്രയാ? 0 ആണ്. കാരണം റെസ്റ്റിലാണല്ലോ തുടക്കത്തില് അല്ലെ. ഡിവൈഡഡ് ബൈ 600. അപ്പൊ എത്ര? 20/600 എത്രയാ? 1/30 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. 1/30 അതിനെ ഡിവൈഡ് ചെയ്യാനൊന്നും പോണ്ട. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെസിമൽ പ്ലേസ് കിട്ടും അല്ലെ. ദശാംശ സംഖ്യകളായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ഇട്ടാൽ മതി? 1/30 എന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ യൂണിറ്റ് നിർബന്ധമാണ്. അടുത്ത എന്താ കാണേണ്ടത്? ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ
മൂന്നാം ചലന സമവാക്യം അല്ലെങ്കിൽ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് അല്ലെ. വി നമുക്കറിയാം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു എത്രയാണ്? 0 ആണ്. എ എന്ന് പറഞ്ഞാൽ 1/30 ആണ്. എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 20 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1/30 ഇൻറ്റു എസ് അല്ലെ. അപ്പൊ 20 സ്ക്വയർ എത്രയാണ്? 400 ആണ് അല്ലെ. 2 ഇൻറ്റു 1/30 എത്രയാണ്? 1/15 ഇൻറ്റു എസ്. അപ്പൊ എസ് എന്ത് കിട്ടും? 400 ഇൻറ്റു 15 അത് എത്രയാ? 6000 മീറ്റർ, അതായത് 6 കിലോമീറ്റർ എന്ന് കിട്ടും ആൻസർ അല്ലെ. അപ്പോൾ 6 കിലോമീറ്റർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ആ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെയിൻ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ നമുക്ക് കിട്ടി. എത്ര കിട്ടിയത്? 6000 മീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ നമുക്ക് കിട്ടി. ഇവിടെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്? മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ മൂന്നാം ചലന നിയമം വെച്ചിട്ടാണ് നമുക്കിവിടെ ഈ ആൻസർ കിട്ടിയത്. ഇനി ഇതേ ചോദ്യം നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാമായിരുന്നു? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് ചെയ്യാമായിരുന്നു. അതായത് രണ്ടാം ചലന സമവാക്യം ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എന്താണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ. യു നമുക്കറിയാം 0 ആണ്. ഫസ്റ്റ് നിന്നാണ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ടി എന്ന് പറഞ്ഞാൽ 600 സെക്കൻഡ് ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/30 ആണ്. നമുക്ക് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ എത്ര കിട്ടുക? 0 ഇൻറ്റു 600 പ്ലസ് ഹാഫ് ഇൻറ്റു 1/30 ഇൻറ്റു 600 സ്ക്വയർ അല്ലെ. അപ്പൊ അവിടെ 0 എന്ന് കിട്ടും. 1/2 ഇൻറ്റു 1/30 ഇൻറ്റു 3,60,000 അതായത് 3,60,000 അല്ലെ. അപ്പൊ അവിടെ നമുക്ക് 1/2 ഇൻറ്റു 1/30 എത്ര കിട്ടും? 1/60 എന്ന് കിട്ടും. അപ്പൊ 1/60 ഇൻറ്റു 3,60,000 അപ്പൊ എന്താ കിട്ടത്? 6000 എന്ന് കിട്ടും. 6000 മീറ്റർ. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത്. അപ്പോൾ ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചാലും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ അവിടെ ഉപയോഗിക്കുക അല്ലേ. ആ ഇക്വേഷനിൽ എന്തൊക്കെ വേണം? എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ടാവണം. അപ്പോൾ ഒരു ഇക്വേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഡാറ്റാസ് ഒക്കെ വേണം. പിന്നെയോ ആ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണെങ്കിൽ ഏത് ഇക്വേഷൻ വെച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ അത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും വേഗത്തിലും ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ അവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് 100 മീറ്റർ ഇൻ 5 സെക്കൻഡ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ. ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ കാർ. നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു കാർ സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കാണുക. അപ്പൊ ഇവിടെ കാറിന്റെ കാര്യം എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്നാണ് ഈ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തി. അപ്പോൾ സമയം എന്ന് പറയുന്നത് എത്രയാ? 5 സെക്കൻഡ് ആണ്. ഇനി അവിടെ ഉണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാ? 100 മീറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. യു ഇസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്, ടി ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്, എസ് ഇസ് ഈക്വൽ ടു 100 മീറ്റർ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? കാറിന്റെ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദ കാർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ കണ്ടെത്തുക? നമുക്കറിയാം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും അല്ലെ. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 100 ആണ്. യു എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടണം? എ കിട്ടും. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 100 ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു 5 പ്ലസ് 1/2 ഇൻറ്റു എ ഇൻറ്റു 5 സ്ക്വയർ അല്ലെ. അപ്പൊ 100 സമം 0 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 0 ആയി പോയി അല്ലെ. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 25. 5ന്റെ സ്ക്വയർ എത്രയാ? 25 ആണ്. ഈ 1/2നെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴോ 100 ഇൻറ്റു 2 എന്ന് വരും. 100 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 25a. അതായത് 200 സമം 25a എന്ന് കിട്ടും.
അപ്പോൾ എ എങ്ങനെ കിട്ടുക? 200/25. 200/25 എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ ആൻസർ വരിക. ആക്സലറേഷൻ ഓഫ് ദ കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാറിന്റെ ത്വരണം എന്ന് പറയുന്നത് എത്രയാ? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം നോക്കൂ. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് travels with an acceleration of 5 meter per second square. What will be its velocity after 3 seconds? നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും? അപ്പൊ ഇവിടെയും തന്നിട്ടുണ്ട്, നിശ്ചലാവസ്ഥയിൽ നിന്നാണ് വസ്തു ചലനം ആരംഭിക്കുന്നത് അല്ലെ. ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വസ്തുവിന്റെ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി സമയം തന്നിട്ടുണ്ട്, 3 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പ്രവേഗമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റിയാണ് കാണേണ്ടത്, അന്ത്യപ്രവേഗം അല്ലെ. അപ്പോൾ ഇവിടെ തന്നത് എന്തൊക്കെയാ? U = 0 മീറ്റർ പെർ സെക്കൻഡ്, A = 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, T = 3 സെക്കൻഡ്. അപ്പൊ ഇവിടെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? V = U + AT. ഒന്നാം ചലന സമവാക്യം അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ വെച്ച് നമുക്കത് സോൾവ് ചെയ്യാം. അപ്പൊ V = U + AT. യുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0 ആണ്, A എന്ന് പറഞ്ഞാൽ 5 ആണ്, T എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 5 × 3 എത്രയാ? 15 അല്ലെ, 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിന്റെ പ്രവേഗം എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ദ വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് താഴെ കൊടുത്ത ഗ്രാഫിനെ അടിസ്ഥാനമാക്കി ഒരു പട്ടിക പൂർത്തിയാക്കി വിവിധ ഘട്ടങ്ങളിൽ സ്ഥാനാന്തരം, പരപ്പളവ് എന്നിവ താരതമ്യം ചെയ്ത് നോക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിംഗ് ദ ഗ്രാഫ് ഷോൺ ബിലോ. കമ്പയർ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഏരിയ അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു ഗ്രാഫ് കണ്ടല്ലോ അല്ലെ, ഒരു പ്രവേഗ സമയ ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് അല്ലെ. അതായത് സമ ത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? എന്താണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറഞ്ഞാൽ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ത്വരണം കിട്ടും അല്ലെങ്കിൽ ആക്സിലറേഷൻ കിട്ടും. അപ്പൊ ഇവിടെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 10 ആയിട്ട് പരിഗണിക്കും. അതായത് ഒന്നാമത്തെ സെക്കൻഡിലുള്ള പ്രവേഗം 10 ആണ്, രണ്ടാമത്തെ സെക്കൻഡിലുള്ള പ്രവേഗം എത്രയാ? 20 ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10, അത് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ത് വരും? 20 - 10/1. 1 വരാൻ കാരണം എന്താ? ടൈമാണ് 1 സെക്കൻഡ് കിട്ടിയത് അല്ലെ. 1 സെക്കൻഡ് തൊട്ട് 2 സെക്കൻഡ് വരെ എത്ര ടൈം ഉണ്ട്? 1 സെക്കൻഡ് ആണുള്ളത്. അപ്പൊ 20 - 10/1 എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ കിട്ടും. എത്രയാണത്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആ ടേബിളിലേക്ക് നോക്കാം. 0 മുതൽ 2 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഇൻ ദ ഫസ്റ്റ് 2 സെക്കൻഡ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? S = ut + ½ at² അല്ലെ. യു എന്ന് പറയുന്നത് എന്താണ്? 0 സെക്കൻഡിലുള്ള പ്രവേഗമാണ്. അപ്പോൾ 0 സെക്കൻഡിലുള്ള പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണുള്ളത്? ½ × at², ½ × 10. നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചതാണ്. 0 മുതൽ 2 സെക്കൻഡ് വരെ എത്രയാണ് ടൈം എന്ന് പറയുന്നത്? 2 സെക്കൻഡ് തന്നെയാണ്. അപ്പൊ എന്താ കിട്ടുക? ½ × 10 × 2², അതായത് ½ × 10 × 4, അതായത് 20 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 0 മുതൽ 2 സെക്കൻഡ് വരെയുള്ള വസ്തുവിന്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ 0 മുതൽ 2 സെക്കൻഡ് വരെയുള്ള ആ ഗ്രാഫിന്റെ താഴെയുള്ള ഭാഗം എന്താണ്? ഒരു ത്രികോണമാണ്, ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഒരു മട്ട ത്രികോണമാണ്. അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടെത്തിയാൽ, അതായത് ഇവിടെ ട്രയാങ്കിൾ OSP അല്ലെ, ട്രയാങ്കിൾ OSP, അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് കണ്ടു നോക്കിയാലോ. എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തുക? ½ × BH അല്ലെ. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ മട്ടത്രികോണമാണ്. അപ്പൊ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടെത്തുക? ½ × BH. B എന്ന് പറഞ്ഞാൽ എന്താണ്?
അതിന്റെ ബേസ് അല്ലെ, ആ മട്ടത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പാദം എന്ന് വിളിക്കാം. എച്ച് എന്ന് പറഞ്ഞാലോ ഹൈറ്റ് ആണ്, അതിന്റെ ഉന്നതി എന്ന് പറയാം അല്ലെ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒ എസ് ആണ്. ഒ എസ് എന്നുള്ള ലെങ്ത്. എച്ച് എന്ന് പറഞ്ഞാലോ പി എസ് എന്നുള്ള ലെങ്ത് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 2, ഹാഫ് ഇൻറ്റു 2, അതായത് 0 സെക്കൻഡ് തൊട്ട് 2 സെക്കൻഡ് വരെ എത്ര ടൈം ഉണ്ട്, 2 സെക്കൻഡ് ഉണ്ട് അല്ലെ. ഇനി പി എസ് എത്രയാണ്, 20 ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 20 എത്രയത് കിട്ടുക, 20 മീറ്റർ എന്ന് കിട്ടും. അതായത് ട്രയാങ്കിൾ ഒ എസ് പിയുടെ പരപ്പളവ്, അതായത് ട്രയാങ്കിൾ ഒ എസ് പിയുടെ ഏരിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 0 മുതൽ 2 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ പരപ്പളവ് എന്ന് പറയുന്നത് അവിടെ സ്ഥാനാന്തരത്തിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിട്ട് വരുന്നു. ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത നോക്കൂ, 0 മുതൽ 4 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫസ്റ്റ് 4 സെക്കൻഡ്. നമുക്ക് അത് എങ്ങനെ ചെയ്യാം, എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കൊടുക്കാം അല്ലെ. യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗമാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. 0 സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ്, അത് എത്രയാണ്, 0 ആണ്. ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ. ടി എത്ര ഇവിടെ 4 ആണ് അല്ലേ. അപ്പൊ 4 സ്ക്വയർ 16, 16 ഇൻറ്റു 10 160, 160/2 എത്രയാ 80 മീറ്റർ ആണ് ഇവിടെ കിട്ടുക. അപ്പൊ ഇവിടെ 0 മുതൽ 4 സെക്കൻഡ് വരെയുള്ള വസ്തുവിന്റെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ എന്ത് നോക്കണം, ഇവിടെ വസ്തുവിന്റെ ഈ ഗ്രാഫിന്റെ എന്ത് നോക്കിയാൽ മതി, ഏരിയ നോക്കിയാൽ മതി അല്ലെങ്കിൽ പരപ്പളവ് നോക്കിയാൽ മതി. എന്താണ് നോക്കേണ്ടത്, ഒ ആർ ക്യൂ അല്ലെ, ട്രയാങ്കിൾ ഒ ആർ ക്യൂ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. അതും എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. അതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഹാഫ് ബി എച്ച് ആണ് അല്ലെ. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ് അല്ലെങ്കിൽ പാദമാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഉന്നതിയാണ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഒ ആർ ഇൻറ്റു ക്യു ആർ എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു ഒ ആർ എത്രയാ, 4 ആണ്. ഒ ആർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 സെക്കൻഡ് അല്ലേ. ഇനി ക്യു ആർ എന്ന് പറഞ്ഞാലോ 40 ആണ്. അപ്പൊ 4 ഇൻറ്റു 40 160, 160/2 എത്ര 80 മീറ്റർ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഒ ആർ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 0 ആൻഡ് 4th സെക്കൻഡ്. 0 മുതൽ 4 സെക്കൻഡ് വരെയുള്ള വസ്തുവിന്റെ സ്ഥാനാന്തരമാണ് ഈ ട്രയാങ്കിളിന്റെ പരപ്പളവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ എന്ത് കണ്ടാൽ മതി, ആ ഗ്രാഫിന്റെ എന്ത് കണ്ടെത്തുക, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടെത്തുക. ഇനി അടുത്ത നോക്കൂ, 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം, അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ സമയത്തുള്ള സ്ഥാനാന്തരം. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് 4th സെക്കൻഡ്. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടെത്തും, എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ. അപ്പൊ യു എന്താണ് ഇവിടെ, ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് രണ്ടാമത്തെ സെക്കൻഡിലുള്ള പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 4ാമത്തെ സെക്കൻഡിലോ അത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ടി എന്താണ്, 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ എത്ര സമയമുണ്ട്, 2 സെക്കൻഡ് ആണുള്ളത് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് 20, ടി എന്ന് പറയുന്നത് എത്രയാ 2 അല്ലേ. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2 സ്ക്വയർ. അപ്പം എത്ര കിട്ടും, 20 ഇൻറ്റു 2 എത്രയാ 40 ആണ് അല്ലേ. ഇനി ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2 സ്ക്വയർ എത്രയാ 40 ആണ് അല്ലേ. 10 ഇൻറ്റു 4 40 വരും. അപ്പം 40 പ്ലസ് 20 അല്ലേ. അതായത് 20 എങ്ങനെ കിട്ടി, 40/2 അല്ലേ. അപ്പോൾ 40 പ്ലസ് 20 എത്രയാ 60 മീറ്റർ. അപ്പൊ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാ 60 മീറ്റർ അല്ലെ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് 4th സെക്കൻഡ് ഇസ് ഈക്വൽ ടു 60 മീറ്റർ. അടുത്തതായി ഈ വസ്തു 2 മുതൽ 4 സെക്കൻഡ് വരെ സമയം കൊണ്ട് സഞ്ചരിച്ച ഗ്രാഫിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി ഒന്ന് നോക്കൂ. അതൊരു ചതുർഭുജമാണ് അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ആണ്. എസ് പി ക്യു ആർ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത, 2 പാരലൽ സൈഡ്സ് ഉണ്ട് അല്ലെ, 2 സമാന്തര വശങ്ങളുണ്ട്. അതായത് പി എസും ക്യു ആറും 2 സമാന്തര വശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്ന് വിളിക്കാം. അപ്പോ ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം എസ് പി ക്യു ആറിന്റെ ഏരിയ അല്ലെങ്കിൽ
പരപ്പളവ് കണ്ടു കഴിഞ്ഞാൽ 2 മുതൽ 4 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടെത്താം. അപ്പൊ ലംബകത്തിന്റെ പരപ്പളവ് നേരിട്ട് കണ്ടെത്താൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം ലംബകത്തിന്റെ പരപ്പളവ് നമ്മൾ പഠിച്ചിട്ടില്ല, എങ്ങനെ കണ്ടെത്താന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ലംബകത്തിന് അല്ലെങ്കിൽ ഈ ട്രപ്പീസിയം SPQRനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. എങ്ങനെ വിഭജിക്കാം? റെക്ടാങ്കിൾ SPAR എന്നും ട്രയാങ്കിൾ PAQ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ട്രപ്പീസിയം SPQRന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടെത്തണമെങ്കിൽ റെക്ടാങ്കിൾ SPARന്റെ ഏരിയയും അതുപോലെ ട്രയാങ്കിൾ PAQന്റെ ഏരിയയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ശരിയാണല്ലോ. അപ്പോ നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ റെക്ടാങ്കിൾ SPARന്റെ ഏരിയ എന്തായിരിക്കും? SR ഇൻറ്റു AR. SR എത്രയാ? 2 ആണ്, 2 സെക്കൻഡ് ആണ് അല്ലെ. ഇനി AR 20 ആണ്. അപ്പൊ 2 ഇൻറ്റു 20 എത്രയായിരിക്കും? 40 ആയിരിക്കും SPARന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കിൾ PAQന്റെ ഏരിയ എങ്ങനെ കണ്ടെത്തും അല്ലെ? ട്രയാങ്കിൾ PAQ എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമാണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്തും? ഹാഫ് ഇൻറ്റു BH അല്ലെ. അതായത് ഹാഫ് ഇൻറ്റു B എന്ന് പറഞ്ഞാൽ ബേസ് ആണ് അല്ലെങ്കിൽ പാദമാണ്, H എന്ന് പറഞ്ഞാലോ ഉന്നതിയാണ്, ഹൈറ്റ് ആണ്. അപ്പൊ B എന്ന് പറഞ്ഞാൽ ഇവിടെ PA ആണ്, PA സൈഡ് BA. H എന്ന് പറഞ്ഞാലോ സൈഡ് QA ആണ്. അപ്പൊ സൈഡ് PA എത്രയായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. QA എന്ന് പറഞ്ഞാലോ 20 ആയിട്ട് എടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 20. അപ്പൊ എത്ര കിട്ടുക? ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 20 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ 40 + 20 അതായത് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അതായത് ഈ ട്രപ്പീസിയം SPQRന്റെ പരപ്പളവ് അല്ലെങ്കിൽ ലംബകം SPQRന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 60 എന്ന് കിട്ടും. അതെന്താണ്? 2 മുതൽ 4 സെക്കൻഡ് വരെ സമയം കൊണ്ട് വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ്. അപ്പൊ നമ്മള് ഗ്രാഫ് ഉപയോഗിച്ചും എന്ത് കണ്ടെത്തി? ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തി അല്ലെങ്കിൽ സ്ഥാനാന്തരം കണ്ടെത്തി അല്ലെ. അപ്പൊ ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് പ്രത്യേക സമയ ഇടവേളയിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ ആ സമയങ്ങളിൽ നിന്ന് പ്രവേഗ സമയ ഗ്രാഫിലേക്ക് ലംബങ്ങൾ വരച്ചാൽ കിട്ടുന്ന ജാമിതീയ രൂപത്തിന്റെ പരപ്പളവ് കണ്ടാൽ മതി അല്ലെ. ഇൻ എ വെലോസിറ്റി ടൈം ഗ്രാഫ് വെൻ വി ഡ്രോ പെർപെൻഡിക്കുലർസ് ടു ദ ഗ്രാഫ് ഫ്രം ദ ടൈം സ്പെസിഫൈഡ് വി ഗെറ്റ് എ ജോമെട്രിക്കൽ ഷേപ്പ്. ഈ ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രയാങ്കിൾ ആയിരിക്കാം, ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കാം അല്ലെ, സമചതുരായിരിക്കാം, ചതുരായിരിക്കാം, റെക്ടാങ്കിൾ ആയിരിക്കാം അല്ലെ. അപ്പോ ദ ഏരിയ ഓഫ് ദിസ് ജോമെട്രിക്കൽ ഷേപ്പ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സ്പെസിഫൈഡ് ടൈം ഇന്റർവൽ. ഈ ജോമെട്രിക്കൽ ഷേപ്പിന്റെ ഈ ജാമിതീയ രൂപത്തിന്റെ പരപ്പളവ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സ്പെസിഫൈഡ് ടൈം ഇന്റർവൽ അല്ലെ, സ്ഥാനാന്തരം. ആ പ്രത്യേക സമയത്തെ എന്ത് കിട്ടും? സ്ഥാനാന്തരം നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ പാഠം തുടങ്ങുന്ന സമയത്ത് ഒരു തെങ്ങിൽ നിന്നും തേങ്ങ താഴോട്ട് വീഴുന്ന ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങ താഴെ വീഴാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആയിരുന്നു. ഈ ഡാറ്റ മാത്രം വെച്ചുകൊണ്ട്, അതായത് 2 സെക്കൻഡ് സമയമാണ് തെങ്ങിൽ നിന്നും താഴെ വീഴാൻ എടുത്തത്. ഈ ഡാറ്റ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ആ തെങ്ങിന്റെ ഉയരം കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ചോദ്യം. അപ്പൊ അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? തെങ്ങിന്റെ ഉയരം എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമുക്കറിയാം SS = UT + ½ AT² എന്നാണ്. ശരിയല്ലേ? രണ്ടാം ചലന സമവാക്യം, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് SS = UT + ½ AT² ആണ്. അപ്പൊ ഈ തേങ്ങ എന്താണ്? റെസ്റ്റിലാണ്. അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ SS = എന്ത് വരും? ½ × AT². ഇനി A എന്ന് പറഞ്ഞ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്. അതെന്താണ്? ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. അത് നമുക്ക് എത്രയായിട്ട് എടുക്കാം? 10 ആയിട്ട് അസ്യൂം ചെയ്യാം. 9.8 ആണ് ശരിക്കുള്ളത് അല്ലെ. 9.8 m/s² ആണ്. അതിന് നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? 10 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ അവിടെ ടൈം തന്നിട്ടുണ്ട് 2 ആണ്. അപ്പൊ 2² എന്ന് എടുക്കാം അല്ലെ. അപ്പൊ ½ × 10 × 2². 2² എത്രയാ? 4 അല്ലെ. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ½ × 10 × T². T² എത്രയാ? 2². അപ്പൊ ½ × 10 × 4. ½ × 10 × 4 എത്രയത്? 5 × 4 അല്ലെ. 5 × 4 എത്രയാ? 20 മീറ്റർ. അപ്പോ തെങ്ങിന്റെ ഉയരം, ദ ഹൈറ്റ് ഓഫ് ദി കോക്കനട്ട് ട്രീ ഈസ് 20 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെറും സമയം മാത്രം അറിഞ്ഞാൽ അല്ലെ, തെങ്ങിൽ നിന്നും തേങ്ങ വീഴാൻ എടുക്കുന്ന ടൈം മാത്രം തന്നാൽ പോലും നമുക്ക് എന്ത് കിട്ടും? ആ തെങ്ങിന്റെ ഉയരം നമുക്ക് കിട്ടും.
ഇവിടെ നമുക്ക് ടൈം മാത്രമാണ് അറിയുന്നത്, അല്ലേ? തെങ്ങിൽ നിന്നും തേങ്ങ വീഴാൻ എടുക്കുന്ന ടൈം മാത്രമാണ് അറിയുന്നത്. അതിൽ നിന്ന് പോലും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആ തെങ്ങിന്റെ ഉയരം, ദ ഹൈറ്റ് ഓഫ് ദി കോക്കനട്ട് ട്രീ കണ്ടുപിടിച്ചു. അപ്പൊ ഇതുപോലെ വളരെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റും. അപ്പൊ എല്ലാവരും വീട്ടിലിരുന്ന് നന്നായി പഠിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എല്ലാവരും വീട്ടിലിരുന്ന് നന്നായി പഠിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.